നമസ്കാരം. രേഖാചിത്രം എന്ന് പറയുന്ന മലയാള സിനിമ ഇന്നലെ തിയേറ്ററിൽ നിന്ന് കണ്ടു. ആസിഫ് അലി, അനശ്വര രാജൻ തുടങ്ങിയവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ജോഫിൻ ടി ചാക്കോയാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ജോഫിൻ്റെ രണ്ടാമത്തെ സിനിമയാണത്. ആദ്യത്തെ സിനിമ മമ്മൂട്ടി നായകനായിട്ട് എത്തിയിട്ടുള്ള പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. സിനിമയെക്കുറിച്ച് എന്താ പറയുക, നല്ല ഗംഭീര സിനിമ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സ്ട്രോങ് പോയിൻറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് ഇതിൻ്റെ തിരക്കഥയാണ് താരം എന്ന് തന്നെ പറയേണ്ടി വരും. ഓഫ് കോഴ്സ് മേക്കിംഗ് സ്റ്റൈലും നന്നായിരുന്നു. നല്ല എഫേർട്ട് മേക്കിങ്ങിലൊക്കെ നമുക്ക് കാണാനുണ്ട്. പക്ഷേ ജോഫിൻ ആദ്യത്തെ സിനിമയായിട്ടുള്ള പ്രീസ്റ്റിലാണെങ്കിൽ തന്നെ ആ പടത്തിലും മേക്കിംഗ് നന്നായിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് തന്നെയായിരുന്നു പ്രീസ്റ്റിൻ്റേതും. ഈ സിനിമയിലേക്ക് വരുമ്പോഴും മേക്കിംഗ് സ്റ്റൈലിലൊക്കെ ആ ഒരു ക്വാളിറ്റി ജോഫിൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തിരക്കഥയെക്കുറിച്ച് ആദ്യം പറയണമെന്ന് തോന്നുന്നു. കാരണം നോർമലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. പക്ഷേ ഇവരിതിൽ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി, അതായത് ഇതര ചരിത്രം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഈ സിനിമയിൽ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വെറുതെ ചുമ്മാ ആ ഒരു കൺസെപ്റ്റിൽ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റഫ് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തെടുക്കുകയല്ല. ഗംഭീരമായിട്ട് നല്ല ബ്രില്യൻ്റായിട്ട് അവർ ആ ഒരു 80കളിലെ മലയാള സിനിമയുടെ ഒരു പശ്ചാത്തലം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 80കളിലെ മലയാള സിനിമകളുടെ സെറ്റിൽ ഒരു പ്രത്യേക മലയാള സിനിമയുടെ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ ഈ സിനിമയുടെ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനെ ശരിക്കും നടന്നിട്ടുള്ള സംഭവങ്ങളും സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളും അണിയറ പ്രവർത്തകരും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വളരെ ബ്രില്യൻ്റായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ശരിക്കും വലിയൊരു കയ്യടി കൊടുത്തേ മതിയാവുള്ളൂ. കാരണം പെട്ടെന്ന് പാളിപ്പോയേക്കാവുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ അതിലേക്കൊന്നും പോകാണ്ട് നല്ല കൃത്യമായിട്ടുള്ളൊരു മീറ്റർ പിടിച്ച് നല്ല വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടേത്. അതിനാണ് നമ്മൾ ഏറ്റവും വലിയ കയ്യടി കൊടുക്കേണ്ടത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിനിമയിൽ ഫ്രഷായിട്ട് തോന്നുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ആ സ്ക്രിപ്റ്റിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഇതര ചരിത്രം എന്ന് പറയുന്ന ആ ഒരു ആശയം തന്നെയായിരിക്കും നമ്മളെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ എന്നിവരാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും എടുത്ത് പറയേണ്ടതാണ്. സിനിമ കാണുമ്പോൾ ഒരൊറ്റ സീൻ പോലും നമുക്ക് ഈ സിനിമയ്ക്ക് ഇത് ആവശ്യമില്ലല്ലോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരൊറ്റ സീൻ പോലും ഈ സിനിമയിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരൊറ്റ സീൻ പോലും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് എഡിറ്ററുടെ ഒരു മികവ് തന്നെയാണ്. അതുപോലെ തന്നെ പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസിഫ് അലി വിവേക് എന്ന് പറയുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് എത്തിയിട്ടുള്ളത്. ആസിഫിനെ സംബന്ധിച്ചിടത്തോളം ആസിഫിന് പോലീസ് വേഷങ്ങളിൽ കാണാൻ എപ്പോഴും ഒരു പ്രത്യേക രസമാണ്. പുള്ളി നന്നായിട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു ക്യാരക്ടർ പുള്ളിക്ക് അങ്ങനെ ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു ക്യാരക്ടറാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അനായാസമായിട്ട് തന്നെ ആസിഫ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു ഗംഭീര പെർഫോമൻസ് എന്ന് പറയുന്നത് അനശ്വര രാജൻ്റേതാണ്. ആ ഒരു ക്യാരക്ടർ ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എത്തിയിട്ടുള്ളത്. 80കളുടെ ഒരു പശ്ചാത്തലത്തിൽ സിനിമാ മോഹമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എത്തിയിട്ടുള്ളത്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ യുവ നടിമാരിലെ അനശ്വര രാജൻ കാലിബറിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലാവുന്നു എന്നുള്ളത് ഈ സിനിമ കൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നേരെ എന്ന് പറയുന്ന മോഹൻലാൽ സിനിമയിലൊക്കെ നമ്മൾ അനശ്വരയുടെ പെർഫോമൻസ് കണ്ടിട്ടുള്ളതാണ്. അതിന് മുമ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ശരണ്യ, ഉദാഹരണ സുജാത തുടങ്ങിയ സിനിമകളിലൊക്കെ ആ സിനിമകളൊക്കെ ശരിക്കും അനശ്വരയിലെ നടിയെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് ഈ പ്രായത്തിന് ചേരാത്ത കുറച്ച് റോളുകളൊക്കെ ചെയ്ത് ഡീവിയേറ്റ് ചെയ്ത് പോയെങ്കിൽ കൂടി അനശ്വര ശരിക്കും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നടിമാരിൽ കൃത്യമായിട്ട് നമുക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു നടിയാണെന്ന് ഈ സിനിമ കൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മനോജ് കെ ജയൻ വളരെ പൊട്ടൻഷ്യലുള്ള ഒരു ആക്ടറാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകൾ. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും മനോജ് ചേട്ടനെ അങ്ങനെ ഓർമ്മിക്കാവുന്ന തരത്തിലുള്ളൊരു കഥാപാത്രമായിട്ട് മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം മനോജ് കെ ജയന് നല്ലൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഓർമ്മയിൽ വയ്ക്കാവുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ഒരു അനുഗ്രഹീത സാന്നിധ്യം ഈ സിനിമയിലുണ്ട്. ആസിഫ് അലിയൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ കാണും. പക്ഷേ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയേണ്ടതാണ്. കിഷ്കിന്ദ കാണ്ഡത്തിന് ശേഷം മുജീബ് മജീദാണ് ഈ സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിയിട്ടുള്ളത്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട ഒരു ക്യൂരിയോസിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് മുജീബ് ഒരുക്കിയിട്ടുള്ളത്. സിനിമ പ്രധാനമായിട്ടും ഹൂ ഡൺ ഇറ്റ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് വൈ, എന്തിന് എന്നുള്ളൊരു ചോദ്യമാണ് സിനിമ ഉടനീളം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ അവസാനം വരേക്ക് സിനിമ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുമുണ്ട്. ഇടയ്ക്ക് പോലും ശരിക്കും അതിൻ്റെ ഒരു രസച്ചരട് പൊട്ടുന്നതായിട്ട് ഇടയിലൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇത്രയൊക്കെയാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് ടോട്ടലി നോക്കുമ്പോൾ ഒരു വെൽമെയ്ഡ് ഫിലിമായിട്ടാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നന്ദി, നമസ്കാരം.